ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ട് ന്യൂസ് പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്നലത്തെ, അതായത് സൺഡേയിലെയും അതുപോലെ ഇന്ന് മൺഡേയിലെയും. അപ്പൊ ഇന്നത്തെ മൺഡേയിലെ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾഡ് ട്രഡീഷൻസ് ന്യൂ ടൈസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് നരേന്ദ്രമോദി ഏതാണ്ട് 2 വർഷത്തിന് ശേഷം വ്ളാഡിമിർ പുടിനുമായിട്ട് ബൈലാറ്ററൽ സമ്മിറ്റിന് വേണ്ടി പോവുകയാണ്. ഇൻഡോ റഷ്യൻ സമ്മിറ്റ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നതാണ് അപ് ടു 2022 വരെ. അതിനുശേഷം പല റീസൺസ് കൊണ്ട് ആ സമ്മിറ്റ് നടന്നില്ല. അപ്പോൾ ഇന്ത്യയും റഷ്യയും അതിനുശേഷം ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് വ്യത്യാസം വന്നു. റഷ്യ യുക്രൈൻ വാർ വന്നതിന് ശേഷം പിന്നെ ഇന്ത്യ റഷ്യ സമ്മിറ്റ് നടന്നിട്ടേ ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് വാർ വന്നതിന് ശേഷം പുടിനും മോഡി തമ്മിൽ വൺസ് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ വെച്ച്. അതല്ലാതെ ഒരു സമ്മിറ്റ് ലെവലിൽ നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ വാറിന് ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 2 ശക്തരായ സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദമാണ്. എല്ലാ മേഖലയിലും വളരെ ശക്തമായിട്ടുള്ള സൗഹൃദമുള്ള, അതായത് ഈ നമ്മളുടെ ന്യൂക്ലിയർ ഫീൽഡ് ഉണ്ടല്ലോ, ന്യൂക്ലിയർ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് US-ഉമായിട്ടും മറ്റ് വേൾഡിലെ ലീഡിംഗ് നേഷൻസ് എല്ലാവരുമായിട്ടും ഉണ്ട്. ഫ്രാൻസുമായിട്ട്, ജപ്പാനുമായിട്ട്, ഓസ്ട്രേലിയയുമായിട്ട്, കാനഡയുമായിട്ട്, എല്ലാ രാജ്യങ്ങളുമായിട്ടും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടാക്കാൻ ഒറ്റ രാജ്യത്തിന്, ഒരു ഫോറിൻ കൺട്രിക്ക് അനുവാദം ഇതുവരെയും കിട്ടിയിട്ടുള്ളൂ. അതിന് സാധിച്ചിട്ടുള്ളൂ കൂടംകുളത്തെ ന്യൂക്ലിയർ റിയാക്ടർ റഷ്യയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ആർക്കും ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ റഷ്യക്ക് അത്തരം പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് ഇനി അത് കൊടുക്കൂലെന്നല്ല, അത് അഡ്വാൻസ് സ്റ്റേജിൽ ഇപ്പൊ ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഫ്രാൻസിന് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാനുള്ള ഒരു എഗ്രിമെന്റ് ഇന്ത്യയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് പല റീസൺസ് കൊണ്ട് ഡിലേ ആയി പോയാണ്. ജയ്റ്റാപൂർ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടർ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിലാണ് വരേണ്ടത്. ജയ്റ്റാപൂർ, JITAPUR, വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ. അത് ഫ്രാൻസിലെ അരേവ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇന്ത്യ കൊടുത്ത ഒരു എഗ്രിമെന്റ് ആണ് അത് ഉണ്ടാക്കാൻ. പക്ഷേ അത് ഡ്യൂ ടു മെനി റീസൺസ്, ലാൻഡ് അക്വിസിഷൻ ആണ് മെയിൻ പ്രോബ്ലം, അതുകൊണ്ട് അത് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. അപ്പോൾ നിലവിൽ റഷ്യക്ക് മാത്രമേ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ളൊരു ഇതുണ്ട്. കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടർ അവരാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാക്കി കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജും അവരാണ് ചെയ്യുന്നത്. അതല്ലാതെ ഡിഫൻസ് മേഖല നോക്കുകയാണെങ്കിൽ, ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ സം ബിഗ് എഗ്രിമെന്റ്സ് ആർ ദെയർ ടു ഡെലിവർ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് വെപ്പൺസ് ടു ഇന്ത്യ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ S-400, അതൊന്നും ഇത് എഡിറ്റോറിയൽ ഇല്ല കേട്ടോ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്നുണ്ട്. S-400 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. S-400നെ വേറൊരു പേരിട്ട് വിളിക്കും, ട്രയംഫ് എന്ന് വിളിക്കും. ട്രയംഫ്, ഇതാണ് സ്പെല്ലിംഗ് ട്രയംഫിന്റെ. ഈ S-400 അല്ലെങ്കിൽ ട്രയംഫ് എന്ന് പേരിട്ട് വിളിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പിന്നീട് ആന്റി മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം അത് റഷ്യയുടേതാണ്. നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് അതിന്റെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യ വാറിന്റെ ബേസിലുള്ള സാങ്ഷൻസ്, അമേരിക്ക, മറ്റ് വെസ്റ്റേൺ കൺട്രീസ് ഇവരൊക്കെ ചേർന്ന് റഷ്യക്കെതിരെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സാങ്ഷൻസ് പലപ്പോഴും ഇതിന്റെയൊക്കെ ഡെലിവറിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫൻസ് ടൈസ്, പിന്നെയുള്ള പെട്രോളിയം, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡിലെ ആ ഒരു ട്രേഡാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏതാണ്ട് $60 ബില്യൺ സെയിൽ നടക്കുന്നുണ്ട്. $60 ബില്യൺ. ഈ $60 ബില്യൺ വെറും $4 ബില്യൺ മാത്രമാണ് ഇന്ത്യ റഷ്യക്ക് കൊടുക്കുന്നത്. ഇന്ത്യ അങ്ങോട്ട് കൊടുക്കുന്നത്. ബാക്കി, അതായത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നതാണ് മെയിൻലി. ഏതാണ്ട് $50 ബില്യൺ കൂടുതലും. ഓയിൽ ട്രേഡ് റഷ്യയുമായിട്ട് ഇന്ത്യയുടെ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ കണക്ടിവിറ്റി പ്രൊജക്ടുകളുണ്ട് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ. അതൊക്കെ പ്രപ്പോസൽസ് ആണ്, ഇതുവരെയ്ക്കും അത് പൂർണ്ണമായിട്ടും റിയാലിറ്റി ആയിട്ടില്ല. അതിലും ഈ സാങ്ഷൻസ് പ്രശ്നമാണ്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന ചെന്നൈ പോർട്ടിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്ക് പോർട്ട് വരെ റഷ്യയിലെ ഒരു കണക്ടിവിറ്റി പ്രൊജക്ട് വരുന്നുണ്ട്. അതുപോലെ റഷ്യയുമായിട്ട് ചേർന്ന ഇന്ത്യയുടെ ഏറെ വലിയൊരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. This is another connectivity project proposed between India and Russia, but in all those connectivity projects, Iran is a factor. ഇറാനിലെ ചബഹാർ പോർട്ടും ഒക്കെ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഇറാൻ, റഷ്യ, ബോത്ത് കൺട്രീസ് ആർ ആക്ച്വലി സാങ്ഷൻ ബൈ ദ വെസ്റ്റേൺ വേൾഡ്. അപ്പം ഈ സാങ്ഷൻസ് ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അപ്പൊ ഇതൊക്കെ ഞാൻ ഇന്ത്യ റഷ്യയുടെ ഇടയിൽ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ബൈലാറ്ററൽ വിസിറ്റുമായിട്ട് നരേന്ദ്രമോദി ഇന്ന് റഷ്യയിൽ എത്തും. അപ്പൊ ഇത് 22ാമത് ഇന്ത്യ റഷ്യ ആനുവൽ സമ്മിറ്റ് ആണ്.
അതുപോലെ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് മോഡി പുടിൻ മീറ്റിംഗ് ആണ്. 21ാമത്തെ മീറ്റിംഗ് 2021 നടന്നത്. അപ്പം 22ാമത്തെ മീറ്റിംഗ് ഇപ്പം നടക്കുന്നേ ഉള്ളൂ. പല റീസൺസ് കൊണ്ട് ആ മീറ്റിംഗ് ഡിലേ ആയി പോയി. ഇതിനിടയ്ക്ക് മോഡിയും പുടിനും തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു SCO സമ്മിറ്റിൽ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. അത് 2022 എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ അവർ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന ഒരു പ്രധാന പ്രശ്നം റഷ്യ വേൾഡിൽ ഈ യുക്രൈൻ റഷ്യ വാർ കൊണ്ട് ഒറ്റപ്പെട്ടത് കൊണ്ട് അവർ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചൈനയും ഇന്ത്യയുമായിട്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LACയിലൊക്കെയുള്ള പ്രോബ്ലംസ് മൂലം ഇന്ത്യക്ക് ചൈനയെ തീരെ ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ചൈനയുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തൊരു സമയമാണ്. ആ സമയത്ത് റഷ്യ ചൈനയോട് അടുക്കുന്നത് ഇന്ത്യക്ക് വലിയൊരു കൺസേൺ ആണ്. ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ഇത്രയും സൗഹൃദമുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുമായിട്ട് റഷ്യ അടുക്കുന്നു. അത് റഷ്യയുടെ മിസ്റ്റേക്ക് അല്ല, റഷ്യക്ക് കമ്പൽഷൻസാ. വേറെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ എക്കോണമിയായ ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് വലിയ പ്രയോജനമാണ്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇന്ത്യയും റഷ്യയ്ക്ക് ഇടയിലുള്ള കോഓപ്പറേഷൻസ് ഏതൊക്കെ ഫീൽഡാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. പിന്നെ ലോകം റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാങ്ഷൻസ് മൂലം ലോകവും കഷ്ടപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ഫുഡിന്റെയും ഫ്യൂവലിന്റെയും ഫെർട്ടിലൈസേഴ്സിന്റെയും കാര്യത്തില് ലോകത്തിലെ പ്രത്യേകിച്ച് യൂറോപ്പിലെ ഫുഡ് സെക്യൂരിറ്റി റഷ്യയുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വീറ്റ് അതുപോലെ പൾസസ് ഒക്കെ കൊടുക്കുന്ന റഷ്യയാണ്. അതുപോലെ ഫെർട്ടിലൈസേഴ്സിന്റെ വലിയൊരു, ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് സോഴ്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതുപോലെ ഫ്യൂവൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് റഷ്യ. ഒപെക് പ്ലസിന്റെ ഭാഗമാണ് റഷ്യ. അപ്പൊ അതുകൊണ്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയോണ്ട് ലോകത്തിനും കുറെ നഷ്ടങ്ങളുണ്ട്. അപ്പോ ഈ സാങ്ഷൻസ് മൂലം നമ്മളുടെ ഡിഫൻസ് ഡെലിവറീസ് കുറെ സാധനങ്ങൾ ഞാൻ പറഞ്ഞു റഷ്യയിൽ നിന്ന് കിട്ടാറുണ്ട്. ഡിഫൻസ് ഡെലിവറീസ് അതിനൊക്കെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട് അതൊക്കെ. അപ്പോ അതുകൊണ്ട് ഇന്ത്യ ഇപ്പൊ റഷ്യയായിട്ട് ചേർന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ റഷ്യയായിട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് റഷ്യയുടെ പല സാധനങ്ങൾ ഡിഫൻസ് സാധനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ സാങ്ഷൻസ് പ്രശ്നമല്ലല്ലോ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞ AK-202 എന്ന് പറയുന്ന റഷ്യയുടെ ഓട്ടോമാറ്റിക് ഗൺസ് ഇന്ത്യയിൽ ഇപ്പൊ അമേത്തിയിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വേറൊരു വലിയ എക്സാമ്പിൾ ആണ്. പക്ഷെ എന്ന് കരുതി എല്ലാമൊന്നും മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിന്റെ അണ്ടറിൽ റഷ്യയുടെ ഇന്ത്യയുടെ ഇടയിൽ പല ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ ഒരു ഹെഡ് സ്റ്റാർട്ട് നരേന്ദ്രമോദിയും പുടിനും തമ്മിലുള്ള മീറ്റിംഗിൽ നടക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഉള്ളതെന്ന് വെച്ചാല് ഇതേ സമയത്ത് ലോകത്ത് വേറൊരു സമ്മിറ്റ് നടക്കുന്നുണ്ട്, നാറ്റോ സമ്മിറ്റ്. അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ നാറ്റോയുടെ സമ്മിറ്റ് ഇപ്പോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സമ്മിറ്റ് US നടക്കുന്നുണ്ട്, ജോയ് ബൈഡന്റെ നേതൃത്വത്തില്. അപ്പം ആ സമ്മിറ്റുമായിട്ട് ഇതിന് യാതൊരു കോറിലേഷനും ഇല്ലെന്നാ പറയപ്പെടുന്നത്. കാര്യം നാറ്റോയുടെ എന്തെങ്കിലും മെസ്സേജ് പുടിനുമായിട്ട് പാസ് ഓൺ ചെയ്യാനൊന്നും അല്ല മോഡി അതേ ദിവസം തന്നെ പുടിനുമായിട്ട് മീറ്റ് ചെയ്യുന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് തമ്മിലുള്ള ഒരു കോറിലേഷൻ കാണാം. ഓക്കെ, അപ്പോ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നാറ്റോ സമ്മിറ്റിൽ നാറ്റോ മെമ്പർ അല്ലാത്ത യുക്രൈന്റെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും പങ്കെടുക്കുന്നുണ്ട്. നാറ്റോ മെമ്പർ അല്ല യുക്രൈൻ. നാറ്റോയിൽ അവർ മെമ്പർ ആവുമെന്ന് പേടിച്ചിട്ടാണ് റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ വോളോഡിമിർ സെലൻസ്കി അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതേസമയത്ത് ഈ മീറ്റിംഗ് നടക്കുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ മോഡി ഒരു ബാലൻസിങ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം റഷ്യ പോയി പുടിനെ കാണുന്ന അതേ സമയത്ത് തന്നെ G7 സമ്മിറ്റിൽ ഈ റഷ്യ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന G7 സമ്മിറ്റിൽ മോഡി പോയായിരുന്നു ഇറ്റലിയിൽ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പുലിയ എന്ന് പറഞ്ഞ ഇറ്റലിയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ചാണ് നടന്നത്. അതിൽ പോയി പങ്കെടുത്തായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ അതിനുശേഷം നടന്ന പീസ് കോൺഫറൻസ്, പിന്നീട് പീസ് കോൺഫറൻസ് ഈ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീസ് കോൺഫറൻസ് വേൾഡ് നടന്നത്. അത് സ്വിറ്റ്സർലൻഡിലാണ് നടന്നത്. അതിൽ മോഡി പങ്കെടുത്തില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് പ്രധാനപ്പെട്ട പിന്നീട് ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള പ്രസൻസ് ഒക്കെ അതിൽ എൻഷുർ ചെയ്തായിരുന്നു. എന്തായാലും ഇൻഡോ റഷ്യൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 1971 സോവിയറ്റ് യൂണിയൻ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സൗഹൃദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്ത്യ റഷ്യയുമായിട്ട് ഈ പറഞ്ഞ ബൈലാറ്ററൽ സമ്മിറ്റുകൾക്ക് പുറമെ SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്ന ബ്രിക്സ് ഗ്രൂപ്പ്, G20 ഇതെല്ലാം വഴി എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു മൾട്ടി പോളർ ആയിട്ടുള്ള അൺഅലൈൻഡ് ആയിട്ടുള്ള വേൾഡിന്റെ സൃഷ്ടിക്ക് ഇൻഡോ റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ വീണ്ടും ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. അത് ഇറാന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചാണ്. ഇറാനില് ഞാൻ പറഞ്ഞിരുന്നു ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചതിന് ശേഷം പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ
2 കാൻഡിഡേറ്റ്സ് രണ്ടാമത് ഒന്നുകൂടെ മത്സരിച്ചു. അപ്പോൾ ഫൈനൽ പ്രസിഡന്റ് സെലക്ട് ചെയ്തു. അപ്പോൾ മസൂദ് പെസഷ്കിയാൻ ആണ് പുതിയ പ്രസിഡന്റ് ഓഫ് ഇറാൻ. മസൂദ് പെസഷ്കിയാൻ, ഇതാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ്, മസൂദ് പെസഷ്കിയാൻ. അപ്പൊ മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനും ലോകത്തിലൊക്കെ കുറെ പ്രതീക്ഷകളുണ്ട്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരു റിഫോമിസ്റ്റ് ലീഡറാണ്. അദ്ദേഹത്തിനെതിരെ നിന്നൊരു പക്ക ഓർത്തഡോക്സ് ലീഡറാണ്. നിങ്ങൾക്കറിയാം, ഷിയ ക്ലർജിയാണ് ഈ ഇറാനെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈസ് എ തിയോക്രസി എന്ന് പറയുന്നത്. പൗരോഹിത്യമാണ് ഇറാനെ ഭരിക്കുന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനായ അയത്തുള്ള അലി ഖമേനി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയത്തുള്ള അലി ഖമേനി ആണെന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. Since supreme leader of Iran is Ayatollah Ali Khamenei, the supreme Shia cleric of Iran, president has no big powers, but still he can do something within his എന്താ പറയുന്നത്, അദ്ദേഹത്തിനുള്ള ഒരു അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഐസൊലേറ്റ് ചെയ്തപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. വെസ്റ്റേൺ കൺട്രീസ്, അതായത് ഇപ്പൊ US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ഐസൊലേറ്റഡ് ആണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിൽ ഈ പെസഷ്കിയാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിലാണ്, കൺഫ്രണ്ടേഷനിൽ പോകുന്നതിന് അപ്പുറം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2015 ഇറാനും ഈ വെസ്റ്റേൺ കൺട്രീസും ചേർന്ന് ഒരു ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ആണ് മെയിൻലി ഇസ്രായേൽ എതിർക്കുന്നത്. ഇസ്രായേലിന് വലിയൊരു ത്രെട്ടാണത്. അതുകൊണ്ടാണ് വെസ്റ്റേൺ സാങ്ഷൻസ് ഇറാന് മുകളിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിന്റെ പേരിൽ. അപ്പൊ 2015 ബരാക് ഒബാമയുടെ ഒക്കെ പ്രസിഡൻസിയുടെ സമയത്ത് ന്യൂക്ലിയർ പ്രോഗ്രാം ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള സാങ്ഷൻസ് ഒക്കെ വിത്ഡ്രോ ചെയ്തായിരുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ സിവിലിയൻ ന്യൂക്ലിയർ എനർജി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അഗ്രിമെന്റ്. പക്ഷെ യൂണിലാറ്ററലി പിന്നീട് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ 2015 എഗ്രിമെന്റ് അവർ ക്യാൻസൽ ചെയ്യാണ്. അതിനുശേഷമാണ് ഇറാൻ അഗേൻസ്റ്റ് ആയിട്ട് വീണ്ടും സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ 2015 സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ്, ഈ മറ്റു രാജ്യങ്ങളായിട്ട് ഉണ്ടാക്കിയ ന്യൂക്ലിയർ എഗ്രിമെന്റ് വീണ്ടും റിവൈവ് ചെയ്യാൻ ഈ പെസഷ്കിയാന് ആഗ്രഹമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻസൈഡ് ഇറാന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഡിസൻസും ഇറാൻ വച്ചു പൊറപ്പിക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാഷ അമിനിയുടെ കേസ്. ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേര് മാഷ അമിനി എന്ന് പറഞ്ഞ 21 years old ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ മതകാര്യ പോലീസ്, മോറൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ പെൺകുട്ടി കൊല്ലപ്പെടുകയാണ്. അതിന്റെ പേരിൽ ഇറാനിൽ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതിനെയൊക്കെ ശക്തമായി അടിച്ചമർത്തി എത്രയെങ്കിലും പേരെ അവര് എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ അതൊന്നും അങ്ങനെ പാടില്ല. കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്ന രീതിയിൽ വേണം മതം അവിടെ നടപ്പാക്കാൻ എന്നൊക്കെ ആവശ്യപ്പെടുന്ന റിഫോമിസ്റ്റ് ലീഡറാണ് പെസഷ്കിയാൻ. അതുകൊണ്ടാണ് ഇറാനിലെ ജനങ്ങളും ഒപ്പം മറ്റ് വേൾഡും പ്രതീക്ഷയോടുകൂടി പെസഷ്കിയാൻ നോക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെസഷ്കിയാൻ സ്റ്റിൽ അദ്ദേഹത്തിന് വലിയ പവർ ഒന്നുമില്ല. സുപ്രീം ലീഡറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്തേ മുമ്പോട്ട് പോകണമെന്നും പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഹി ക്യാൻ എന്താ പറയുക, ഒരു ഇമേജ് മേക്ക് ഓവർ നടത്താം ഇറാന്റെ, അത്രേ പറ്റുള്ളൂ. അദ്ദേഹം പഴയ ഇതുപോലെ ഒരു റിഫോമിസ്റ്റ് ലീഡർ ഭരിച്ചിട്ടുണ്ട്, മുഹമ്മദ് ഖത്തമി എന്ന് പറഞ്ഞ ആ ലീഡറിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു പ്രോമിനൻസിലേക്ക് ഉയർന്ന് അവിടുത്തെ പ്രസിഡൻഷ്യൽ പദവിയിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നല്ല. വളരെ അൺഎക്സ്പെക്ടഡ് ആണ്. ഓക്കെ, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാനിൽ വരുന്ന ഓരോ ഡെവലപ്മെന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഈസ് എ ട്രൂ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഫ്രം ദ പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അല്ലെങ്കിൽ അതിനു മുമ്പേ അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട് ആയിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനം ഇറാൻ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് ഗ്യാസിനും ഓയിലിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ സാങ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ പ്രീവിയസ്ലി ഇറാൻ വാസ് എ ബിഗ് സപ്ലയർ ടു ഇന്ത്യ ആസ് ഫാർ ആസ് കൺസേൺ ടു ഓയിൽ ആൻഡ് ഗ്യാസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണക്ടിവിറ്റി പ്രോജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയും റഷ്യയും തമ്മിൽ INSTC ഒക്കെ വരുന്ന കാര്യം, അത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ടിവിറ്റിയുടെ ഭാഗമാണ് ഇറാനിലെ ചബഹാർ പോർട്ട്. ഏതാണ് ചബഹാർ പോർട്ട്? നമ്മളിപ്പോൾ അത് ഓപ്പറേഷണലൈസ് ചെയ്തു. ചബഹാർ പോർട്ട് അത് ഇന്ത്യയും കൂടെ ചേർന്നാണ് ആ പോർട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ത്യയുടെ കണക്ടിവിറ്റി ഇനിഷ്യേറ്റീവ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഇറാനിലെ ഇലക്ഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടുത്തെ ഓരോ കാൻഡിഡേറ്റിന് വിൻ ചെയ്ത വോട്ട് എണ്ണം എല്ലാം ഇത് പറയുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഈ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആർട്ടിക്കിൾ കാണാം.
The ANRF plan has got off on the wrong foot. ANRF-നെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ANRF എന്താണെന്ന്. ANRF-ന്റെ എക്സ്പാൻഷൻ എവിടെയുണ്ട്? അത് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞാണ്, നിങ്ങൾ വീഡിയോ കണ്ടവരുടെ എഴുതിയെടുത്താണ്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ANRF. ANRF എന്താണ്? അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ല, ഇന്ത്യയിലെ റിസർച്ച് ആക്ടിവിറ്റീസിനും അതുവഴി ഇന്നോവേഷനും വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലീഡിംഗ് നേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പൊ ഇന്ത്യയുടെ GDP-യിൽ ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂട്ടുക. അപ്പൊ നെക്സ്റ്റ് 5 years കൊണ്ട് 50,000 crores ഇന്നോവേഷൻ ഫീൽഡിലേക്ക് ഈ ANRF വഴി ചാനലൈസ് ചെയ്യുക, അതാ ഉദ്ദേശം. അതിൽ 36,000 crores ത്രൂ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് വരേണ്ടത്. ഒന്നുകിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ NGOs നിന്ന് അങ്ങനെയൊക്കെയാണ് വരേണ്ടത്. ബാക്കി 14,000 കോടി മാത്രമേ ഗവൺമെന്റിൽ നിന്ന് വരുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു അനോമലി, അതായത് ANRF എന്ന് പറയുന്ന സംഗതി ഒരു പാർലമെന്റിൽ ഒരു ബില്ല് മുഖേനയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ പുതിയ ഗവേണിംഗ് ബോഡിയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇതില് നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ റെപ്രസെന്റേഷൻ തീരെ ഇല്ല. സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ അതിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് തീരെ കുറവാണ്. ഈ രണ്ട് മേഖലയിലും ഭയങ്കരമായിട്ട് റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. അപ്പം അവിടെ നിന്നുള്ളൊരു പാർട്ടിസിപ്പേഷൻ വേണമായിരുന്നു. അതുപോലെ വിമൻ പാർട്ടിസിപ്പേഷൻ തീരെ കുറവാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ. ഏതാണ്ട് ഈ 50,000 കോടിയിൽ അറൌണ്ട് 36,000 crores വരേണ്ടത് ആ സെക്ടറിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു റെപ്രസെന്റേഷൻ പോലും ANRF-ന്റെ ഗവേണിംഗ് ബോഡിയിലേക്ക് വന്നിട്ടില്ല. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളുടെ ഇൻഡസ്ട്രിയുടെ നീഡ്സ് അറിയുക, നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ആവശ്യകത അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലല്ലേ ഇൻഡസ്ട്രിക്ക് അനുസൃതമായിട്ടുള്ള ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വിഷനുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഗവേണിംഗ് ബോഡിയിൽ വേണം. അതുപോലെ നേരത്തെ പറഞ്ഞു ഞാൻ, ഈ റിസർച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെക്കാളും നമ്മളുടെ യൂണിവേഴ്സിറ്റീസിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ്. അപ്പം അവർക്ക് വേണ്ട ഫണ്ടിങ് വിത്തൗട്ട് എനി ഹിക്കപ്സ്, വിത്തൗട്ട് എനി ഡിലേ അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫണ്ടിങ് വിത്തിൻ 6 months അത് റിലീസ് ചെയ്യണമെന്നൊക്കെ ഈ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയാവുന്ന ആൾക്കാർ അതിൽ വേണം. അപ്പം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള റെപ്രസെന്റേഷൻ കുറവാകുമ്പോഴത്തേക്ക് അത് നമ്മളുടെ ANRF-ന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞത് അതിന്റെ സിനോപ്സിസ്, അതിനെ ബേസ് ചെയ്ത് വായിക്കുന്നത് മനസ്സിലാവും. ഇതാണ് ഈ ANRF-ന്റെ ഇപ്പോഴത്തെ ഭയങ്കര വലിയ എക്സ്പെക്ടേഷനോടെ. അതിനീ റെക്ടിഫൈ ആവുന്നേ ഉള്ളൂ. ഒരു ഗവേണിംഗ് ബോഡിയിൽ ഈ പറഞ്ഞ റെപ്രസെന്റേറ്റീവ്സിനെ കൊണ്ട് വലിയ പാടുള്ള കേസൊന്നുമില്ല. ഗവൺമെന്റ് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം അത് തെറ്റായിട്ടുള്ള രീതിയിലാണ് പോയത്, ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ലോ അറൗണ്ട് ലോ കാർബൺ ക്ലൈമറ്റ് റെസിലിയന്റ് ഡെവലപ്മെന്റ് എന്നുള്ള ആർട്ടിക്കിൾ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഡിസ്കസ് ചെയ്ത ഒരു സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വിധിയെ കുറിച്ച് അന്ന് അതിൻ്റെ അകത്ത് ഒരു വലിയ ആർട്ടിക്കിൾ വന്നായിരുന്നു. ഇന്ത്യയിൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോ വേണം എന്നും പറഞ്ഞാണ് ആർട്ടിക്കിൾ വന്നത്. ആ ലോ എങ്ങനെ ആയിരിക്കണം എന്ന് ഒന്നും കൂടെ ഡെലിബറേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണിത്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ അന്ന് ഹിന്ദുവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു വിധിയാണ്. MK രഞ്ജിത്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. MK രഞ്ജിത്ത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ നമ്മളുടെ റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ഇക്വാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷനിലെ 2 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21, ഇത് രണ്ടും കോട്ട് ചെയ്തുകൊണ്ട് ആ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കേസിൽ MK രഞ്ജിത്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. അപ്പൊ ഇത് ഇന്ത്യയിൽ ഭാവിയിൽ, അതായത് ക്ലൈമറ്റ് എന്ന് പറയുന്ന സംഭവം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നില്ലേ, നമ്മളെ ഇക്വാലിറ്റിയെ ബാധിക്കുന്നുണ്ട്, നമ്മളെ റൈറ്റ് ടു ലൈഫിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം
ഭാവിയിൽ ഇപ്പം നമുക്ക് യഥാർത്ഥ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം ഒന്നും ഇല്ല ഇന്ത്യയിൽ. കോടതി വിധികളുടെയും ഗവൺമെന്റിന്റെ വിഷന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നല്ലാതെ. അപ്പോൾ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാവാൻ ഈ കോടതി വിധി കാരണമാകും എന്ന് അന്നേ ആർട്ടിക്കിൾ അവർ പറയുന്നുണ്ടായിരുന്നു. ലീഗൽ ഫ്രെയിംവർക്ക്, ആ ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചും അന്ന് അതിൽ ഒരുവിധമൊക്കെ ഡെലിബറേറ്റ് ചെയ്തിരുന്നു ആ ആർട്ടിക്കിളിൽ കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പൊ അവര് ഈ ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇവിടെ കൂടുതലായിട്ട് സത്യത്തിൽ ഇവിടെ തൊട്ടാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നത്. ഹാവ് എ ലോ കാർബൺ ഡെവലപ്മെന്റ് ബോഡി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതില് ഇവര് പറയുന്നത് വെച്ചാല് നമ്മളൊരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുമ്പം അതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ വേണം. ഞാനത് കൂടുതൽ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല, കാര്യം എനിക്ക് 2 ദിവസത്തെ പത്രമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ വേണം. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഈ നമ്മളുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആയിരിക്കണം. അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമ്മളുടെ ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡെവലപ്ഡ് നേഷനെ പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ഡെവലപ്മെന്റിന്റെ ജേണിയിലാണ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് എന്തായാലും ക്യാരി ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അത് ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഇത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, അത് കംപ്ലീറ്റ്ലി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഡെവലപ്മെന്റ് എൻഷുർ ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗവൺമെന്റ് ആദ്യം ഒരു നോളജ് ബോഡി ക്രിയേറ്റ് ചെയ്യണം, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എക്സ്പേർട്ടുകളുള്ള. അപ്പം അതിന് അവര് പേരൊക്കെ പറയും, ലോ കാർബൺ ഡെവലപ്മെന്റ് കമ്മീഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ എക്സ്പേർട്ടുകളും ടെക്നിക്കൽ സ്റ്റാഫുകളും ഒക്കെ വേണം. അത് നാഷണൽ ഗവൺമെന്റ്സുകൾക്കും നാഷണൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ലോ കാർബൺ ഗ്രോത്തും റെസിലിയൻസും അച്ചീവ് ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. ഇവർ പറയുന്നത് മനസ്സിലായല്ലോ, ഒരു നിയമ സംവിധാനം ഉണ്ടാവണം ക്ലൈമറ്റ് ജസ്റ്റിസ് എൻഷർ ചെയ്യാൻ, ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലാതെ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു നിയമ സംവിധാനം ഉണ്ടാവണം. ആ നിയമ സംവിധാനം ഇങ്ങനെ ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു നോളജ് ബോഡി വേണം. ആ നോളജ് ബോഡിക്ക് ഒരു പേര് കൊടുത്തത് ലോ കാർബൺ ഡെവലപ്മെന്റ് കമ്മീഷൻ. അതൊക്കെ ഇവർ കൊടുക്കുന്ന പേരാണ്, സർക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് തന്നെ അറിഞ്ഞുകൊള്ളുന്ന സജഷൻസ് ആണ്. അപ്പൊ ലോ കാർബൺ ഡെവലപ്മെന്റ് കമ്മീഷൻ എന്നായിരിക്കണം അതിന്റെ പേര്. അതിൻ്റെ അകത്ത് എക്സ്പേർട്സും ടെക്നിക്കൽ സ്റ്റാഫുകളൊക്കെ വരണം. അവര് ഈ ലോ കാർബൺ ഗ്രോത്ത്, അതായത് കാർബൺ എമിഷൻസ് കുറഞ്ഞ ഉള്ള ഡെവലപ്മെന്റ്, അതാണ് ലോ കാർബൺ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. റെസിലിയൻസ് അതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ മീൻസ്, പ്രാക്ടിക്കൽ വേയ്സ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റും കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പം പിന്നീട് ഇവര് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യയിലുണ്ടല്ലോ, ആദിവാസികൾ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റുകളിലൊക്കെ താമസിക്കുന്ന അവര് ട്രൈബൽസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. അവരുമായിട്ട് കൺസൾട്ടേഷൻ നടത്തി വേണം പിന്നീട് ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ പിന്നീട്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കൂടെ കൺസൾട്ടേഷൻ നടത്തണം. എന്നിട്ട് വേണം ഇവര് ഓരോരോ സൊല്യൂഷൻസ് ഗവൺമെന്റുകൾക്ക് കൊടുക്കാൻ എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പ്രസിഡൻഷ്യൽ ക്ലൈമറ്റ് കമ്മീഷൻ എന്നൊരു സംഭവം ഉണ്ട്. അവരുടെ സംവിധാനമൊക്കെ ഈ പറയുന്നുണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഈ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസുമായിട്ടൊക്കെ ഡിസ്കഷൻ നടത്തിയിട്ട് ഓരോരോ അഡ്വൈസ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതിന് ഒരു സംവിധാനം സൗത്ത് ആഫ്രിക്കയിൽ ഓൾറെഡി ഉണ്ട്. അതിന് പ്രസിഡൻഷ്യൽ ക്ലൈമറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞത് അതേ മോഡലിൽ വേണം നമ്മൾ ഇവിടുത്തെ ലോ കാർബൺ ഡെവലപ്മെന്റ് കമ്മീഷൻ എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നു. പിന്നെ അവർ പറയുന്നത് വെച്ചാല് ഒരു ക്ലൈമറ്റ് ക്യാബിനറ്റ് വേണമെന്നാണ്. അതായത് അത് ഇതിപ്പം കുറെ എക്സ്പെർട്ടുകളായിരിക്കത്തില്ലേ, അതല്ലാതെ ഗവൺമെന്റിൽ ഒരു ക്ലൈമറ്റ് ക്യാബിനറ്റ്, അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ മിനിസ്റ്റേഴ്സും ഒക്കെ വേണം. അതായത് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഉറപ്പായിട്ടും വേണം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേർന്നൊരു ക്ലൈമറ്റ് ക്യാബിനറ്റ് വേണമെന്നും ഒക്കെ നീ പറയുന്നുണ്ട്. പിന്നെ ഈ ഗവൺമെന്റ് അപ്രോച്ച് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഗവൺമെന്റ് അപ്രോച്ച് ഒരിക്കലും യൂണിറ്ററി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും പാടില്ല, ഫെഡറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം. അതായത് സ്റ്റേറ്റുകളുമായിട്ടും ഈ സ്റ്റേറ്റുകളുടെ താഴെയുള്ള പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പഞ്ചായത്തുകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, ഇവരൊക്കെ ഇതിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കലാമിറ്റി ഉണ്ടായാൽ ആദ്യം റെസ്പോണ്ട് ചെയ്യേണ്ട റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കത്തില്ല, ഈ പറഞ്ഞ ലോ ലെവൽ താഴെ ലെവലിലുള്ള സംവിധാനങ്ങളായിരിക്കും. അപ്പൊ അവരെ എല്ലാവരുമായിട്ടും പക്ക കൺസൾട്ടേഷൻ നടത്തി അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ താഴെ ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ
ഉള്ള രീതിയിലായിരിക്കണം ഈ നിയമം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കുക നിങ്ങൾ. അപ്പൊ അതാണ് എൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പം അത് ഈ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധി അടിസ്ഥാനമാക്കിയാണ് ഇപ്പൊ ഈ ആർട്ടിക്കിൾസ് ഒക്കെ വന്നേക്കുന്നത്. ഇനി ആർട്ടിക്കിൾസ് അങ്ങനെ ബേസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ എന്താണ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഇതിന് രണ്ടിനെയും കോട്ട് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പൊ വിധി പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമം അത് ഓൾറെഡി ഏതാണ്ട് എനിക്കൊന്ന് മോർ ദാൻ 50 കൺട്രീസിൽ ഇപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങളിലേക്ക് ഇന്ത്യയെ നയിക്കാൻ സാധ്യതയുണ്ട്. ആ നിയമം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ദ പ്രോബ്ലം ഓഫ് സ്പെഷ്യൽ പാക്കേജസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. ഇതെല്ലാം സത്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രോബ്ലം ഓഫ് സ്പെഷ്യൽ പാക്കേജസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാര്യം മോഡിയുടെ പുതിയ ഗവൺമെന്റ് കോalition ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ കോalition ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് താങ്ങി നിർത്തുന്ന രണ്ട് പാർട്ടികളാണ്. ഒന്ന് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന TDP ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി, ഒന്ന് ബീഹാർ ഭരിക്കുന്ന JDU ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ പാർട്ടി. ഇപ്പൊ ഈ രണ്ട് പാർട്ടീസും കൂടെ ചേർന്ന് ഭരിക്കുന്ന അവരെ പണ്ടേ ഉള്ള ആവശ്യമാണ് അവർക്ക് സ്പെഷ്യൽ പാക്കേജ് വേണം. ആ സ്റ്റേറ്റുകൾ ഫിനാൻഷ്യലി ഇപ്പം അവർക്ക് ഫിനാൻഷ്യൽ സോഴ്സസ് കുറവാണ്, സ്റ്റേറ്റിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ. സോ ദേ നീഡ് സ്പെഷ്യൽ പാക്കേജ് എന്നുള്ള. അപ്പൊ ഈ കോalition കമ്പൽഷൻ മൂലം വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന് നിർബന്ധിതരാവേണ്ടി വരും ഈ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാൻ. പക്ഷെ അത്തരത്തിൽ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നത് വെച്ചാല് ഫിസ്ക്കൽ ഫെഡറലിസത്തിന് എഗൈൻസ്റ്റ് ആണെന്ന്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഈ ഫിസ്ക്കൽ എന്താണ് ഫിനാൻഷ്യൽ ഫെഡറലിസം. അതായത് ഒരിക്കലും ഈ റിലീഫ് പാക്കേജുകളൊന്നും കൊടുക്കേണ്ടത് ത്രൂ ഈ കമ്പൽഷൻ മൂലം ഗവൺമെന്റുകൾ ആക്ട് ചെയ്യേണ്ട വിഷയം അല്ലത്. അത് ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ നമുക്കറിയാലോ. ഫിനാൻസ് കമ്മീഷൻ ഇപ്പൊ ഇരിക്കുന്ന 16ാം ഫിനാൻസ് കമ്മീഷനാണ്. 16ാം ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഫിനാൻസ് കമ്മീഷൻസ് ആണ് അത് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടതല്ല, അത് പഠിച്ച് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് ഫിസ്ക്കൽ ഫെഡറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. മറ്റ് സ്റ്റേറ്റുകൾക്ക് കിട്ടേണ്ട റിസോഴ്സസ് യഥാർത്ഥത്തിൽ ഇവരിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിന് തുല്യമായിരിക്കും. അത് മറ്റ് സ്റ്റേറ്റുകളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മളുടെ finance commission, the commission is constituted by president every 5 years or earlier to make recommendation regarding the distribution of share of taxes collected by the union to the states and how this is to be distributed among the states as per article 280. അപ്പൊ ആർട്ടിക്കിൾ 280 പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ ഉദ്ദേശം എന്താണ്? ഫിനാൻസ് കമ്മീഷന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ടാക്സ് ഡെവല്യൂഷൻ ആണ്. ടാക്സ് യൂണിയൻ കളക്ട് ചെയ്യുന്ന ടാക്സ് സ്റ്റേറ്റുകളുടെ ഇടയിൽ എങ്ങനെ ജസ്റ്റിഫയബിൾ ആയിട്ട് അല്ലാതെ ഇപ്പൊ ഉത്തർപ്രദേശിന് വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് ഇത്ര കൊടുക്കാം, കേരളത്തിന് വെയിറ്റ് ചെയ്ത് ഇത്ര കൊടുത്താൽ മതി, അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. അതിന് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബേസിൽ ഷെയർ എത്ര വേണം എന്ന് ഓരോ സ്റ്റേറ്റിനും കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചിലപ്പോൾ അത് അതുപോലെ അനുസരിക്കണമെന്നൊന്നുമില്ല. അത് ആർട്ടിക്കിൾ 280 ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഫിനാൻസ് കമ്മീഷന്റെ കൂടെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് ആർട്ടിക്കിൾ 275 ഈ ചില സ്റ്റേറ്റുകൾ സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇല്ല. ഇപ്പൊ ഹില്ലി സ്റ്റേറ്റുകൾ, ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ മണിപ്പൂർ അല്ലെങ്കിൽ നാഗാലാൻഡ് അതുപോലെയൊക്കെയുള്ള ഹില്ലി സ്റ്റേറ്റുകൾക്ക്, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഒക്കെ ഉള്ള സ്റ്റേറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട്. അത് ആർട്ടിക്കിൾ 275 പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഇതൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ പറയുന്നതും ഒക്കെ ആരാണ്? നമ്മളുടെ ഫിനാൻസ് കമ്മീഷനാണ്. അതിപ്പോ 16ാം ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരി. അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു ഡ്യൂ ടു കോalition compulsions some governments will be forced to do these things അവരുടെ ഗവൺമെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇന്ത്യയിൽ വന്നേക്കുന്നത്. സിംഗിൾ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു കഴിഞ്ഞ 2 ഇലക്ഷനിൽ. ഇപ്രാവശ്യം അത് കോalition-ആയി. അതുകൊണ്ട് അത് ആ ഒരു രീതിയിലേക്ക് പോരുന്ന ഇത് പറയുന്നു. പിന്നെ അതിൽ ആർട്ടിക്കിൾ 282 കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 282 അകത്താണ് അണ്ടർ മിസലേനിയസ് പ്രൊവിഷൻസിൽ ഈ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നത്. പക്ഷെ ആർട്ടിക്കിൾ
മൂന്ന് ആർട്ടിക്കിൾസ് ആയി പറഞ്ഞത്. 280 എന്താണ്? ഫിനാൻസ് കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റുകൾക്ക് ഫിനാൻസസ് ഒക്കെ ഈ ഫിനാൻസ് കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ 280 പറഞ്ഞേക്കുന്നത്. 275 എന്താ പറഞ്ഞേക്കുന്നത്? ചില സ്റ്റേറ്റുകളിൽ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ട്രൈബൽ പോപ്പുലേഷൻ ഒക്കെ കൂടുതലുള്ള സ്റ്റേറ്റ്, അതാണ് 275. 282 എന്താണ്? സ്പെഷ്യൽ അലവൻസ്. അതിലാണ് ഈ പറയുന്ന ഏതാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, ഈ പറഞ്ഞ നമ്മളെ ആന്ധ്രയും അതുപോലെ ഈ പറഞ്ഞ ബീഹാറും ഒക്കെ ആവശ്യപ്പെടുന്ന ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ 282 അകത്ത് അഡീഷണൽ ഗ്രാന്റ് വിച്ച് ഫാൾസ് അണ്ടർ മിസ്സെല്ലിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ്. അത് പലപ്പോഴും പൊളിറ്റിക്കൽ കമ്പൽഷൻസിന്റെ ബേസിൽ ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷന്റെ ഒരു കൺകറൻസ് ഇല്ലാതായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ വീണ്ടും. അത് ഒഴിവാക്കണം എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിനോപ്സിസ്. ഇനി റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ദ ലോക്സഭ, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ലോക്സഭയിൽ വിമന്റെ റെപ്രസെന്റേഷൻ എപ്പോഴും അവരുടെ പോപ്പുലേഷൻ അഡിക്കേറ്റ് അല്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ലോക്സഭയിലൊക്കെ ഒന്ന് കൂടിയായിരുന്നു, പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ വീണ്ടും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ പുതിയ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നു. നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം വെച്ച് എന്താ വരാൻ പോകുന്നത്? 2029 ലോക്സഭയിൽ അത് വരും. ഇപ്പൊ അതില്ല, 33% റിസർവേഷൻ. അപ്പൊ അത് കൊടുത്തേ പറ്റൂ. 33% റിസർവേഷൻ നമ്മളെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ സംഭവിക്കുന്ന പോലെ 33% റിസർവേഷൻ ലോക്സഭയിൽ മാത്രമാണോ? അല്ല, എല്ലാ നിയമസഭകളിലും. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? 2026 സെൻസസ് കഴിഞ്ഞതിന് ശേഷം ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു എക്സർസൈസ് ചെയ്യണം. അതുകൊണ്ടാണ് 2029 ഇലക്ഷൻ ആയിപ്പോയി ഈ സംഭവം, അല്ലെങ്കിൽ 24 നടപ്പാക്കായിരുന്നു. ഡീലിമിറ്റേഷൻ ഇന്ത്യയിൽ 2026 വരെ ഫ്രീസ് ചെയ്തേക്കാണ് ആസ് പെർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അപ്പൊ ആ ഫ്രീസിംഗ് വിൽ ബി റിമൂവ്ഡ് ബൈ 2026. ആഫ്റ്റർ ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ബി ഫ്രീ ടു കണ്ടക്ട് ഡീലിമിറ്റേഷൻ എക്സർസൈസ് ആൻഡ് സെൻസസ് ടുഗദർ, അല്ലെങ്കിൽ സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ, ടുഗദർ അല്ല, സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ. അതിനുശേഷം ഈ പറഞ്ഞ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇന്ത്യയിൽ നടപ്പാക്കും. അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന 33% റിസർവേഷൻ ലോക്സഭ. അപ്പൊ നെക്സ്റ്റ് ഇലക്ഷനിൽ അത് കാണും. ഇനി ഇതൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈമും ഇല്ല. ഇനി പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഒന്ന്, റെഡ് ഫ്ലാഗ്സ് റേസ്ഡ് ഓവർ റൺഅവേ സിൽവർ ഇമ്പോർട്ട്സ് ഫ്രം UAE ത്രൂ ഗിഫ്റ്റ് സിറ്റി. ഗിഫ്റ്റ് സിറ്റി എന്താണെന്ന് ആദ്യം പഠിക്കുക. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി, ദാറ്റ് ഈസ് ഗിഫ്റ്റ് സിറ്റി. ദാറ്റ് ഈസ് എ സെസ്. സെസ് മീൻസ് സ്പെഷ്യൽ എക്കോണമിക് സോൺ. ടാക്സ് ഫ്രീ സോൺസ് ആണ് ഈ സ്പെഷ്യൽ എക്കോണമിക് സോൺസ് എന്ന് പറയുന്നത്. ഈ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ IFSC വന്നേക്കുന്നത്. IFSC മീൻസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. IFSC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ. അതൊരു അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. IFSC ഇപ്പം ഏഷ്യയിൽ ദുബായിലും എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിലും ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് അടുത്ത IFSC വന്നേക്കുന്നത്. ഇതിന് കുറെ സ്പെഷ്യൽ നിയമങ്ങളാണ് ഗിഫ്റ്റ് സിറ്റിക്കകത്ത്. കുറെ ഫ്രീഡം ഒക്കെ ഉണ്ട് ഇൻഡസ്ട്രീസിനും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം. അവർ വേറൊരു സോണാണ് അത്. ഇന്ത്യക്കകത്ത് വേറെ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം, വേറൊരു നിയമ സംഹിതയൊക്കെ അവിടെ. അപ്പൊ അതിലെ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തി ഈ നമ്മളുടെ UAEയിൽ നിന്ന് ഇന്ത്യയായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്, സ്വതന്ത്ര വ്യാപാര കരാർ. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് UAE ഇന്ത്യയായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് 2021 22 കണ്ടാണ് നിലവിൽ വരുന്നത്. അതിവിടെ പറയുന്നുണ്ട്. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ പേര് CEPA എന്നാണ്. കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഇന്ത്യ UAE കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. എനിക്ക് തോന്നുന്നു 2022 കണ്ട നിലവിൽ വരുന്നത്. അതിന്റെ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിൽവർ വളരെ ടാക്സ് കുറച്ച് UAE കൊണ്ടുവരുന്നു ഈ ഗിഫ്റ്റ് സിറ്റി വഴി. അപ്പം സിൽവർ വേറെ രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് സിൽവർ ഇന്ത്യയിൽ ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി വഴി UAE എന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ ടാക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഗവൺമെന്റിന് അതുവഴി 6000 കോടി രൂപ കൂടുതൽ വരും വർഷങ്ങളിൽ നഷ്ടം ഉണ്ടാവാം എന്നുള്ളൊരു റിപ്പോർട്ടാണത്. അപ്പൊ അത് അവിടെ പറഞ്ഞു. അപ്പോൾ ഒന്ന് വായിച്ചോ അത്. ഓക്കെ. പിന്നെ ഈ പേജില് ഇത്രയേ ഉള്ളൂ. ഈ പേജിൽ വേറെ ഒന്നും പറയാനില്ല.
അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഞാൻ ഇനി ഇതൊന്നും പറയുന്നില്ല. ഇത് അടുത്ത ദിവസത്തെ പത്രം, നാളത്തെ പത്രത്തിൽ എന്തൊക്കെയാണ് മോഡിക്കും പുട്ടിനും ഇടയിലുണ്ടായ ഡിസ്കഷൻസ്, എന്തൊക്കെയാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, ദാറ്റ് ഓൾ വിൽ ബി ലിസ്റ്റഡ് ഇൻ ടുമോറോസ് ഹിന്ദു ന്യൂസ് പേപ്പർ ഇൻ ദ ഫ്രണ്ട് പേജ് ഇറ്റ് സെൽഫ്. അറ്റ് ദാറ്റ് ടൈം ഐ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇപ്പൊ ഇനി ഇത് വീണ്ടും കണ്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എഡിറ്റോറിയൽ വഴി പറഞ്ഞ INSTC-യോടെയും പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിനെ കുറിച്ചും നാറ്റോ സമ്മിറ്റിനെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്നും പറയുന്നില്ല. ഇത് ഇന്ത്യയുടെ അംബാസഡർ ടു റഷ്യയാണ് വിനയ് കുമാർ, ഇന്ത്യൻ അംബാസഡർ ടു റഷ്യ വിനയ് കുമാർ. ഓക്കെ, പിന്നെ ഇവിടെയും വേറൊന്നും പറയാല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ചാർദം യാത്ര സസ്പെൻഡ് ചെയ്തു. ചാർദം യാത്ര എന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. ചാർദം യാത്ര, ചാർദം യാത്ര. ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ഈസ് എ വെരി ഹോളി സ്റ്റേറ്റ് ഫോർ ഹിന്ദുസ്, എസ്പെഷ്യലി the state itself is known as Devabhumi because of the presence of many temples related to Hinduism there, and the prominent temples in Uttarakhand are Gangotri, Yamunotri, Kedarnath and Badrinath. Gangotri, Yamunotri, Kedarnath and Badrinath, and these four temples are known as Chardham, and Hindus used to conduct a pilgrimage to all those four temples. That is known as Chardham Yatra. അതൊരു സ്പെഷ്യൽ ടൈമിലാണ് നടക്കുന്നത് എല്ലാ വർഷവും. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഭയങ്കര ഹെവി റെയിൻ ആണ്, അതുകൊണ്ട് അത് സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുരിയിലെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് രഥയാത്ര. രഥയാത്ര എവിടെയാണ് നടക്കുന്നത്? ഇവിടെ എല്ലാവർക്കും അറിയാം, പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ. അത് ഇന്നലെ നടന്നു. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ഒക്കെ പങ്കെടുത്തു. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മോഹൻ മജി. ദ്രൗപദി മർമു ഒഡീഷക്കാരാണ്, അവരും പങ്കെടുത്തു, ഇന്ത്യയുടെ പ്രസിഡന്റ്. പിന്നെ NDRF അതിന്റെ കുറിച്ചൊരു ന്യൂസ് ആണ്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. Bill cannot be withheld as a form of punishment. Bail cannot be withheld as a form of punishment, says SC. അതായത് ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വന്നു. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞ റൈറ്റ് ടു ലൈഫ് ആണ്. അതനുസരിച്ച് ഒരു പ്രതി ഇനി UAPA ചുമത്തിയിട്ടുള്ള ആളാണെങ്കിലും, UAP എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. UAPA ചുമത്തിയിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് ബെയിൽ, അയാൾക്കെതിരെയുള്ള പിന്നീട് എന്താ പറഞ്ഞ ഈ പ്രൊസീഡിങ്സ് പെട്ടെന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് അയാൾക്കെതിരെയുള്ള എൻക്വയറി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അത് രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അയാൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്ത ആളാണെങ്കിൽ പോലും അയാളെ ഇന്നസെന്റ് എന്നേ അയാൾക്കെതിരെയുള്ള പിന്നീട് പണിഷ്മെന്റ് വിധിക്കുന്നവരെയും കൂട്ടുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് തന്നെ ബെയിൽ കൊടുക്കണം. ബെയിൽ ഈസ് ദ നോം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അല്ല, ബെയിൽ ഡിനേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്, ഈവൻ ഫോർ UAPA കൺവിക്റ്റഡ് പേഴ്സൺസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് മണി വേസ നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇവിടെ ഉണ്ട്, ഷഹബാസ് ഷെരീഫ്. ടൈറ്റാനിക്കിന്റെ പ്രൊഡ്യൂസർ മരിച്ചതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതും ഇങ്ങനെ കാണാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ താഴോട്ട് വരുമ്പോ ഫ്രാൻസിൽ ഇലക്ഷനിൽ ഇപ്പോ ലെഫ്റ്റിസ്റ്റുകൾ ലീഡ് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അതും ഇപ്പൊ നമുക്കൊന്നും പഠിക്കേണ്ട, നാളത്തെ പത്രത്തിൽ അതിന്റെ കറക്റ്റ് ന്യൂസ് വരും. കാര്യം ഇതിപ്പോ എയർലി ട്രെൻഡ്സ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇറാനിലെ പുതിയ പ്രസിഡന്റ് ഇലക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മസൂദ് പെസഷ്കിയാനെ കുറിച്ച് ഞാൻ ഓൾറെഡി എഡിറ്റോറിയൽ വരെ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് അതും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. എർദോഗാൻ മേ ഇൻവൈറ്റ് അസാദ് ടു ടർക്കി ഫോർ റീകൺസിലിയേഷൻ ടോക്സ്. അതെന്താണെന്ന് വെച്ചാല്, ടർക്കി എന്നുള്ള രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ് തായിപ് എർദോഗാൻ. ടർക്കി ഈസ് ദ ഓൺലി വൺ മുസ്ലിം മെജോറിറ്റി. എർദോഗാൻ ആണ്, എർദോഗാൻ. ടർക്കി ഈസ് ദ ഓൺലി വൺ മുസ്ലിം മെജോറിറ്റി കൺട്രി ഇൻ യൂറോപ്പ്. അപ്പം അതിന്റെ പ്രസിഡന്റ് ആണ് റെസെപ് തായിപ് എർദോഗാൻ. അവരുടെ ബോർഡറിലുള്ള നേഷനായ സിറിയയുമായിട്ട് വലിയ പ്രശ്നത്തിലായിരുന്നു. പക്ഷേ സിറിയയുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസാദിനെ അങ്ങോട്ടേക്ക് അദ്ദേഹം ക്ഷണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബഷർ അൽ അസാദ് സിറിയയുടെ പ്രസിഡന്റ് ആരാണ്? ബഷർ അൽ അസാദ്. ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ് എർദോഗാൻ. സിറിയയുടെ ക്യാപിറ്റലാണ് ഡമാസ്കസ്. സിറിയ അവരുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാം. നമുക്ക് വേറൊരു അവസരത്തിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ടൈമില്ല. ഇനി സ്പോർട്സിലേക്ക് പോകുമ്പോൾ വിംബിൾഡൺ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പേജ് പോകുമ്പോൾ സ്പോർട്സ് പേജ് പോകുമ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തു. ഫോർമുല 1 ഏറ്റവും വലിയ റേസ് ആയ ഫോർമുല 1 എന്ന് പറയുന്നതാണ് വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ്. അതിലെ ഒരു റേസ് ആയ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ആര് വിൻ ചെയ്തു? ലൂയിസ് ഹാമിൽട്ടൺ വിൻ ചെയ്തു.
കഴിഞ്ഞ 2-3 തവണ വേൾഡിലെ ഫോർമുല 1 ചാമ്പ്യൻ ആയിരുന്നു ലൂയിസ് ഹാമിൽട്ടൺ. മാക്സ് വെർസ്റ്റാപ്പൻ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഡോമിനൻസ് പോയത്. പിന്നെ ന്യൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ലംപ് ടു 20-year ലോക്ക് ഇൻ Q1 എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ ക്യാപെക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പബ്ലിക് ക്യാപെക്സ് ആണ് ഇപ്പൊ ഇന്ത്യയുടെ GDP റൺ ചെയ്യുന്നത്. പ്രൈവറ്റ് ഇതുവരെയും വലിയ രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തി തുടങ്ങിയിട്ടില്ല. അതിന് പുറമെ അതല്ലാത്ത ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഫീൽഡിൽ ഇപ്പൊ കുറവാണെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ NCW ചീഫ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആണ് NCW. NCWന്റെ ചീഫാണ് രേഖ ശർമ്മ. NCW ചീഫ് രേഖ ശർമ്മ. അതിനടുത്ത പേജിൽ, സ്റ്റേറ്റ്സ് പേജിൽ ഒന്നും പറയാനില്ല. ഓക്കെ, ഈ പേജുകളിലൊന്നുമില്ല. ഇനി ഹിന്ദു സൺഡേ നോക്കിയാണെങ്കിൽ ഇറാൻ പ്രസിഡന്റായിട്ട് പെസഷ്കിയാൻ ജയിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്, യൂണിയൻ ബഡ്ജറ്റ്. നമുക്കിതൊരു ഇന്ററിം ബഡ്ജറ്റ് മാത്രമായിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് കഴിഞ്ഞ February 1 നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. February 1 ഇന്ത്യയിൽ എപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. ബട്ട് സിൻസ് ദിസ് ഇയർ ആസ് ആൻ ഇലക്ഷൻ ഇയർ, in February 1 she presented an interim budget, ഒരു താൽക്കാലിക ബഡ്ജറ്റ്. Now full-fledged budget for this financial year is going to be presented in Lok Sabha on July 23. This is the 7th budget of Nirmala Sitharaman. She is the first woman finance minister of independent India. ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ഫുൾ ടൈം ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ് നിർമ്മല സീതാരാമൻ. പിന്നീട് അടുത്ത പേജ് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണത്. ഈ പേജിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ. പിന്നീട് അതിനടുത്ത പേജ് പോകുമ്പോൾ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. ആന്ധ്രാപ്രദേശിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തുണ്ടാക്കിയ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി. ഇവർ തങ്ങളുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചും ഒരു ന്യൂസ് കാണാം. പിന്നെ അതേ ഉള്ളൂ ആ പേജിൽ പറയാൻ. അതിനടുത്ത പേജിൽ പോകുമ്പോ രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. ഒന്ന്, NRC ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ മണിപ്പൂർ അണ്ടർ ദ സ്ട്രിക്ട് സൂപ്പർവിഷൻ ഓഫ് SC കുക്കി ഗ്രൂപ്പ് എന്നൊരു ന്യൂസ് കാണാം. NRC ഇതൊരിക്കലും മണിപ്പൂരിലും നടപ്പാക്കിയിട്ടില്ല. ആദ്യമായിട്ട് NRC നടപ്പാക്കിയത് ആസാമിലാണ്. NRC എന്ന് പറഞ്ഞാൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. NRC ഓരോ സ്റ്റേറ്റിലും നടപ്പാക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ സുപ്രീം കോർട്ടിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ആസാമിൽ മാത്രമേ നടപ്പാക്കണം. ആസാമിൽ സുപ്രീം കോർട്ട് മോണിറ്റേർഡ് ആയിട്ടാണ് നടപ്പാക്കിയത്. അത് വേറൊന്നും അല്ല കാര്യം. ആസാമിൽ എ ലോട്ട് ഓഫ് ഇല്ലീഗൽ ബംഗ്ലാദേശി ഇമിഗ്രൻസ് ആർ തയർ. During the time of 1971, during Indo-Pakistan war, many people from Bangladesh infiltrated to India. അപ്പം 1971 വാറിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. 1971 ശേഷം വന്നവരെ ഇന്ത്യയിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വെളിയിൽ പറഞ്ഞു വിടണം. അതിനാണ് NRC. അപ്പൊ NRC നടപ്പാക്കുന്നതിനാണ് 71 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഇല്ലീഗൽ ബംഗ്ലാദേശികളെ കണ്ടെത്താനാണ് ആസാമിൽ നടപ്പാക്കിയത്. ഇതുപോലെ മ്യാൻമറിൽ നിന്ന് ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസ് മണിപ്പൂരിൽ കയറുന്നുണ്ട്. അവരെ പുറത്താക്കാൻ NRC നടപ്പാക്കാൻ തെറ്റില്ല എന്നാണ് കുക്കി ഗ്രൂപ്പ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ മണിപ്പൂരിൽ. ഓക്കെ, മണിപ്പൂരിന് അവരുമായിട്ടാണ് ബൗണ്ടറി, മ്യാൻമറുമായിട്ട്. ബംഗ്ലാദേശിന് ആസാമുമായിട്ട് ബൗണ്ടറി. പിന്നെ CAA കുറിച്ച്, CAA നമുക്കറിയാം ഇന്ത്യയിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള നിയമമാണ് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിംസ് ഒഴികെയുള്ള ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖുകാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ, ജൈനമതക്കാർ, ഈ 6 പേർക്ക് സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നിയമമാണ്. മുസ്ലിംസിന് കൊടുക്കത്തില്ല. സിൻസ് ദോസ് കൺട്രീസ് ആർ മുസ്ലിം മെജോറിറ്റി കൺട്രീസ്, ദേ ഹാവ് നോ നീഡ് ടു മൈഗ്രേറ്റ് ടു ഇന്ത്യ. But all other communities I mentioned were religiously persecuted in Pakistan, Bangladesh and Afghanistan. That's why they are coming to India. So it is the responsibility of Indian government to give them shelter and citizenship. That is the stand of government of India when they implemented CAA, Citizenship Amendment Act. Okay. Next page പോകുമ്പോൾ UK ഒരു ഹൈ ലെവൽ വിസിറ്റ് ഇന്ത്യയിലേക്ക് ഉടനെ നടക്കുമെന്ന് പറയാം. UKയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ അല്ലേ കീർ സ്റ്റാമർ, UKയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഇന്ത്യ ഉടനെ വിസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കീർ സ്റ്റാമറിന്റെ. പിന്നെ
പിന്നെ DRDO അൺവെയിൽസ് കൺട്രീസ് ഇൻഡിജിനസ് ലൈറ്റ് ടാങ്ക് സൊറാവർ. ഇന്ത്യ പുതിയൊരു ടാങ്ക് ഡെവലപ്പ് ചെയ്തു. ടാങ്ക്, മിലിറ്ററി ടാങ്ക് അറിഞ്ഞൂടെ? ഇതൊരു ലൈറ്റ് ടാങ്ക് ആണ്. പലതരത്തിലുള്ള ടാങ്കുകളുണ്ട് മിലിറ്ററി ഉപയോഗിക്കുന്ന. ലൈറ്റ് ടാങ്ക് ആണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സൊറാവർ. ഡെവലപ്പ് ചെയ്ത ആരാണ്? DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യസ് പ്രീമിയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡിഫൻസ് പർപ്പസ്. They developed a new light tank for India. Indigenously developed light tank ആണ് സൊരാവർ. അതല്ലാതെ ഇന്ത്യ ഒരു MBT മെയിൻ ബാറ്റിൽ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് അർജുൻ എന്നാണ്. ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത മെയിൻ ബാറ്റിൽ ടാങ്ക് ആണ് അർജുൻ MBT. അതൊക്കെ DRDO ഡെവലപ്പ് ചെയ്താണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സയൻസ് പേജ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വേണമെന്നുള്ളൊരു വായിച്ചോളണം, സമയമില്ല. ഇതൊന്നും ഞാൻ തൽക്കാലം വായിക്കുന്നത്. ജിഗ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം ഇപ്പൊ കർണാടകത്തിൽ ഉണ്ടാക്കി. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. വാട്ട് ഈസ് ജിഗ് വർക്കർ? ജിഗ് വർക്കർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു കോൺട്രാക്ട് ഒന്നും കാണത്തില്ല. ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല അവർ വർക്ക് ചെയ്യുന്ന. ചില എഗ്രിമെന്റ്സിന്റെ ബേസിൽ അവർ വർക്ക് ചെയ്ത് പോകുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ വർക്ക്, അങ്ങനെയല്ലേ, ഒരു പ്ലാറ്റ്ഫോമിലല്ലേ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരെയാണ് ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പക്ഷേ ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഒക്കെ ഇവർ ഡിനേ ചെയ്യുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ. ഈ കമ്പനികൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ആദ്യം ജിഗ് വർക്കേഴ്സിന് വേണ്ടി നിയമം ഉണ്ടാക്കിയ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ലോ ഫോർ ജിഗ് വർക്കേഴ്സ് പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ജിഗ് വർക്കേഴ്സ്. വിച്ച് വൺ ഈസ് ദാറ്റ് സ്റ്റേറ്റ്? ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക രാജസ്ഥാൻ. രണ്ടാമത് ഇപ്പോൾ കർണാടക കൊണ്ടുവരും. അതിനെ കുറിച്ചാണ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ പെസഷ്കിയാനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കാണാം. ഈ ഉത്തർപ്രദേശിലെ മറ്റേ ബാബയെ കുറിച്ചാണ് നമുക്ക് വേണ്ട. ചാങ്ങി എന്ന് പറഞ്ഞ ചൈനയുടെ മൂൺ എക്സ്പ്ലോറേഷനെ കുറിച്ച്, ചാങ്ങി 6 കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂണിന്റെ ഫാർ അവേ പ്ലേസിൽ നിന്ന് ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് റോക്കും സോയിലും ഒക്കെ സാമ്പിൾ കളക്ട് ചെയ്ത് തിരിച്ചുകൊണ്ടുവന്ന ചൈനയുടെ മിഷനാണ് ചാങ്ങി 6. പിന്നെ ഓരോ രാജ്യത്തിലെ ലീഡേഴ്സ്, മോഡി, ചൈനയുടെ സി ജിൻപിങ്, സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ, MBS മുഹമ്മദ് ബിൻ സൽമാൻ, പുടിൻ, ഇവരെല്ലാരും ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ കൺഗ്രാജുലേറ്റ് ചെയ്തേക്കുന്ന ന്യൂസ് കാണാം. പിന്നെ കീർ സ്റ്റാമറിന്റെ ന്യൂസ് കാണാം, ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, വിംബിൾഡൺ, ഇതിനെയൊക്കെ കുറിച്ചുള്ള ന്യൂസുകൾ ആണുള്ളത്. എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. പിന്നെ ഒളിമ്പിക്സ് ഇപ്പൊ അടുത്ത മാസം പാരീസിൽ സ്റ്റാർട്ട് ചെയ്യും, അതിനെ കുറിച്ചുള്ള ന്യൂസുകളും കാണാം. ഇത്രയാണ് ഇത് 2 ദിവസത്തെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ തീരൂല, അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞാൻ അത് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചാനൽ വാച്ച് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യുക. നമ്മൾ വീഡിയോസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.